ആ കൊട്ടാരത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ തിന്മയിലേക്ക് ക്ഷണിക്കണം. യൂസുഫ് നബി ആ തിന്മയിൽ നിന്നും ഓടി അകന്നു എന്ന് ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ആ തിന്മ ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ പോലും അറിയാതെ എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ എന്തൊക്കെയാണത്? യൂസുഫ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂസുഫ് നബിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവിവാഹിതനായിട്ടുള്ളൊരു യുവാവായിരുന്നു. അത് പ്രത്യേകം പണ്ഡിതന്മാരെടുത്ത് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിന് തഖ്വയില്ലാത്തവർ പറയുന്ന അത്തരം ഒരു അവസരം വന്നു കിട്ടിയത്. മാത്രമല്ല, ഖുർആൻ പറയുന്നു, വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെട്ട് ഒരു മനുഷ്യൻ പോലും അതിൻ്റെ അകത്തേക്ക് വരാത്ത വിധം സുരക്ഷിതമാക്കി. അതുമല്ല, യൂസുഫ് നബി മറ്റൊരു രാജ്യത്താണുള്ളത്. പലപ്പോഴും ഇത്തരത്തിലൊരു തിന്മയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്, അതല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കുന്നത് ഒന്നുകിൽ നാട്ടുകാരറിയും, അതല്ലെങ്കിൽ കുടുംബത്തിൽ പേരുദോഷം ഉണ്ടാകും എന്നൊക്കെ കരുതിയിട്ടാണല്ലോ പലപ്പോഴും. എന്നാൽ അന്യനാട്ടിൽ പോയാൽ പലപ്പോഴും തിന്മകൾ ചെയ്യാനുള്ളൊരു അനുകൂല സാഹചര്യം കൂടെയാണ്. അതിലെല്ലാം ഉപരി ഇത്തരത്തിലൊരു തിന്മയിലേക്ക് ഒരു മനുഷ്യൻ കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക എന്താണ്? ആ സ്ത്രീയിൽ നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നാണ്. അവളിത് ആകെ പ്രശ്നമാക്കും. ഇത് നാട്ടുകാരറിയും. അവളുടെ പ്രതികരണത്തെയാണ് പേടിക്കുക. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അധികാരമുള്ള സൗന്ദര്യമുള്ള ആ സ്ത്രീ ഇങ്ങോട്ട് ക്ഷണിക്കുക ചെയ്ത്. അങ്ങനെ സമ്പൂർണമായും ആ തിന്മയിലേക്ക് കാലെടുത്തു വെക്കാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യവും ഉണ്ടായിരിക്കെ അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ട്, രക്ഷ തേടിക്കൊണ്ട് അവളിൽ നിന്നും ഓടി അകലാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതിൻ്റെ പേരാണ് തഖ്വ എന്നുള്ളത്. അതിൻ്റെ പേരാണ് തഖ്വ. സ്വയം ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം.